ഹലോ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നമുക്ക് ഇന്ന് പുതിയൊരു മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തില്ല. അപ്പം മൊഡ്യൂൾ 5 ആണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിലെ സെക്കൻഡ് പോർഷൻ. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ടു എയർപോർട്ട് എഞ്ചിനീയറിംഗ്. നിങ്ങളുടെ മൊഡ്യൂൾ 5-ലെ സെക്കൻഡ് പോർഷൻ മൊഡ്യൂൾ 6-ഉം എയർപോർട്ട് എഞ്ചിനീയറിംഗ് ആണ്. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് ആ രണ്ട് പോർഷൻസും തീർക്കാമെന്ന് വെച്ചാൽ എയർപോർട്ട് എഞ്ചിനീയറിംഗിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് മൊഡ്യൂൾ 5-ന് സെക്കൻഡ് പോർഷൻ. അപ്പോൾ അതും പിന്നെ 6th മൊഡ്യൂളിൽ ബാക്കി. എന്നിട്ട് പിന്നെ നമുക്ക് ഈ മൊഡ്യൂൾ 5-ന്റെ തൊട്ട് മേളിൽ കിടക്കുന്ന പോർഷൻ ടൈപ്പ് ഓഫ് റോഡ് ഇന്റർസെക്ഷൻ, അതെല്ലാം കുറെ അങ്ങ് ചവറ് പോലെ കുറെ ടൈപ്സ് ആണ്. എല്ലാം നമ്മൾ ഡെയിലി റോഡിൽ കാണുന്നതൊക്കെ തന്നെയാണ്. റോഡ് ഇന്റർസെക്ഷൻ ഡിഫറെന്റ് ടൈപ്സ്, പിന്നെ സിഗ്നൽസ് ഏതൊക്കെയാണ് അതിന്റെ ഡിഫറെന്റ് ടൈപ്സ്, അതെല്ലാം നമുക്കറിയാം. വലിയ ബുദ്ധിമുട്ടില്ലാത്ത പോർഷൻ ആണ്. നമുക്ക് ലാസ്റ്റ് ആണെങ്കിലും പറയാം. നമുക്ക് എയർപോർട്ട് എഞ്ചിനീയറിംഗിന് ഒരു ഇൻട്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിടാം. നമുക്ക് മൊഡ്യൂൾ 6-ഉം കൂടെ എന്നിട്ട് കംപ്ലീറ്റ് ചെയ്യണം ഇൻ കമ്മിങ് ഡേയ്സിൽ. ഓക്കെ, അപ്പം നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ മൊഡ്യൂൾ 5-ൽ ഇൻട്രൊഡക്ഷൻ ടു എയർപോർട്ട് എഞ്ചിനീയറിംഗ്, എയർക്രാഫ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, അതിൻ്റെ ഇൻഫ്ലുവൻസ് ഓൺ പ്ലാനിങ് ഓഫ് എയർപോർട്ട്, കമ്പോണൻസ് ഓഫ് എയർപോർട്ട്, സെലക്ഷൻ ഓഫ് സൈറ്റ് ഫോർ എയർപോർട്ട്, അതിനെ ബാധിക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, ഇത്രയും പോർഷനാണ് ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യമേ എന്താണ് എയർപോർട്ട് എഞ്ചിനീയറിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, എയർപോർട്ട് എഞ്ചിനീയറിംഗ് encompasses the planning, design, construction of terminals, runways, navigational aids to provide for passenger and flight services. ഓക്കെ, എന്താണ് നമ്മൾ എയർപോർട്ടിലുള്ള ടെർമിനൽസ് എന്താന്ന് കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കും അല്ലേ. നമ്മൾ എയർപോർട്ടിൽ ചെല്ലാൻ വേണ്ടി എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞ് ചെക്കിനൊക്കെ ചെയ്യാനും കുറച്ച് നേരം വെയിറ്റ് ഒക്കെ ചെയ്യാനും ഇരിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അതിന് ടെർമിനൽ ബിൽഡിംഗ് എന്നല്ലേ പറയുന്നത്. അപ്പം അങ്ങനത്തെ പോർഷൻസ് ഒക്കെ പ്ലാൻ ചെയ്യാനും ഡിസൈൻ ചെയ്യാനും അത് കൺസ്ട്രക്ട് ചെയ്യാനും അത് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എയർപോർട്ട് എഞ്ചിനീയറിംഗ് ഫീൽഡിൽ നിൽക്കുന്ന ഒരാളായിരിക്കും. അതേപോലെ തന്നെ പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യുന്നതും ലാൻഡ് ചെയ്യുന്നതും ഒക്കെ റൺവേ കൂടെ ഓടിയിട്ടാണ് പിന്നെ ടേക്ക് ഓഫ് ആയി പോകുന്നത്, അല്ലെങ്കിൽ റൺവേയിലോട്ടായിരിക്കും അത് ലാൻഡ് ചെയ്ത് വരുന്നത്. അപ്പം ആ പറയുന്നതല്ല, റൺവേ ഡിസൈൻ ചെയ്യാനും കൺസ്ട്രക്ട് ചെയ്യാനും എയർപോർട്ട് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരാൾക്കേ പറ്റത്തുള്ളൂ. പിന്നെ ഈ എയർപോർട്ടിൽ നാവിഗേഷണൽ എയ്ഡ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ ദൂരെ നിന്ന് വരുന്ന ഒരു എയ്റോപ്ലെയിന് ഓക്കെ ഇവർ ലാൻഡ് ചെയ്യാൻ പോവായിരിക്കും. അപ്പോൾ അവർക്ക് കാണണം, നൈറ്റ് ടൈമിലൊക്കെ വരുമ്പോഴേക്കും ഓക്കെ റൺവേ അവർ ലാൻഡ് ചെയ്യേണ്ട റൺവേ ഇതാണ് എന്ന് കാണണമെങ്കിൽ അതിനുള്ള ലൈറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു റൺവേയിൽ ചെയ്യുന്ന മാർക്കിങ്സ് ഒക്കെ ഉണ്ട്. അപ്പം ഈ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യാനും അത് ഡിസൈൻ ചെയ്യാനും കൺസ്ട്രക്ട് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത് എയർപോർട്ട് എഞ്ചിനീയറിംഗിൽ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും. ഓക്കെ, എയർപോർട്ട് എഞ്ചിനീയേഴ്സ് ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ട് എയർപോർട്ട്സ്. ദേ മസ്റ്റ് അക്കൗണ്ട് ഫോർ ദി ഇമ്പാക്ട് ഡിമാൻഡ് ഓഫ് എയർക്രാഫ്റ്റ് ഇൻ ദിയർ ഡിസൈൻ ഓഫ് എയർപോർട്ട് ഫെസിലിറ്റീസ്. ഓക്കെ, അപ്പോൾ അവർ എയർപോർട്ടിന്റെ ഫെസിലിറ്റീസ് ഡിസൈൻ ചെയ്യുമ്പോൾ എയർക്രാഫ്റ്റിന്റെ ഇമ്പാക്റ്റും അതിന്റെ ഡിമാൻഡും എങ്ങനെയാണ് എന്ന് വെച്ചിട്ടായിരിക്കണം അവർ എയർപോർട്ട് ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പം ചിലപ്പോൾ അത് ഒരു ഇന്റർനാഷണൽ എയർപോർട്ട് ആയിരിക്കും, പക്ഷെ അവർ ആ ഒരു എയർപോർട്ട് ഫെസിലിറ്റി ഒക്കെ ഡിസൈൻ ചെയ്യുന്നത് ചെറിയ എന്ന് വെച്ചാൽ ഡൊമസ്റ്റിക് എയർപോർട്ടിൽ വരുന്ന എയർക്രാഫ്റ്റിനനുസരിച്ചാണ് അവർ അവിടുത്തെ എയർപോർട്ടിന്റെ ഡിസൈൻ ഒക്കെ ചെയ്യുമ്പം ചെറിയൊരു എയർപ്ലെയിന് വേണ്ട ഫെസിലിറ്റീസ് മാത്രമേ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ കാണത്തുള്ളൂ. ഓക്കെ, അപ്പൊ അത് പറ്റത്തില്ലല്ലോ. അവിടെ വരാൻ ചാൻസ് ഉള്ള എയർക്രാഫ്റ്റ് വലിയ എയർക്രാഫ്റ്റ് ആണെങ്കിൽ, എന്ന് വെച്ചാൽ ഇന്റർനാഷണൽ എയർക്രാഫ്റ്റ് ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ഫെസിലിറ്റീസ് കൊടുക്കണം. അപ്പം ഒരു എയർക്രാഫ്റ്റിന്റെ ഡിമാൻഡ് എങ്ങനെയാണ്, അതിന്റെ ഇമ്പാക്ട് എങ്ങനെയാണ് എന്ന് വെച്ചിട്ട് വേണം എയർപോർട്ട് എഞ്ചിനീയർ ഈ പറയുന്ന എയർപോർട്ട് ഫെസിലിറ്റീസ് ഒക്കെ ഡിസൈൻ ചെയ്യാൻ. ഓക്കെ, these engineers must use the analysis of predominant wind direction to determine runway orientation, determine the size of runway border, safety areas, different wing tip clearance for all gates, must designate the clear zones in the entire airport. Okay, അപ്പോൾ ഈ എഞ്ചിനീയേഴ്സ് ആ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന സൈറ്റ് ഉണ്ടല്ലോ, അവിടെ ചെന്നിട്ട് അവിടുത്തെ വിൻഡ് ഡയറക്ഷൻ എങ്ങനെയാണെന്ന് നോക്കണം. എന്നിട്ട് വേണം നമ്മൾ അവിടുത്തെ റൺവേയുടെ ഓറിയന്റേഷൻ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യാൻ. അതേപോലെ റൺവേക്ക് എന്തുമാത്രം ബോർഡർ വിട്ട് വേണം എന്ന് ഡിസൈഡ് ചെയ്യണം. സേഫ്റ്റി ഏരിയാസ് എന്ന് വെച്ചാൽ പ്ലെയിൻ ഒന്നും അങ്ങോട്ട് ചെല്ലാത്ത ഏരിയാസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കണം. പിന്നെ ഈ പറയുന്ന എയർക്രാഫ്റ്റ് കുറച്ച് നേരം പാർക്കിംഗ് ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് അതിന് സ്പെഷ്യലായിട്ട് സ്ഥലത്തിലോട്ടായിരിക്കും ചെല്ലുന്നത്. അപ്പോൾ അവിടെ ഗേറ്റ് ഒക്കെ കാണും. അപ്പം ഗേറ്റിന്റെ ഡിസൈൻ ചെയ്യണമെങ്കിൽ അങ്ങോട്ട് വരാൻ ചാൻസ് ഉള്ള എയറോപ്ലെയിനിന്റെ വിങ് ടിപ്പ് ടു വിങ് ടിപ്പ്, എന്ന് വെച്ചാൽ രണ്ടറ്റത്തും വിങ്സ് ഉണ്ടല്ലോ, അതിന്റെ ഒരു ടിപ്പിൽ നിന്ന് അടുത്ത ടിപ്പ് വരെ എന്തുമാത്രം വിട്ട് കാണും അത് നോക്കിയിട്ട് വേണം നമ്മൾ ഇവിടുത്തെ ഗേറ്റ് ഡിസൈൻ ചെയ്യാൻ. പിന്നെ അവിടുത്തെ ക്ലിയർ സോൺസ് എവിടെയൊക്കെയാണ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഈ പറയുന്ന എൻവയൺമെന്റൽ അല്ല, എയർപോർട്ട് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരാളായിരിക്കും ഡിസൈൻ ചെയ്യുന്നത്. ഇനി മൂവിങ് ഓൺ ടു എയർ ട്രാൻസ്പോർട്ടിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം.
ഹൈ സ്പീഡ് ക്വിക്ക് സർവീസ് ആണ്, നോ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ്, ഈസി അസസ്. അതേപോലെ തന്നെ ഫിസിക്കൽ ബാരിയേഴ്സ് ഒന്നും ഉണ്ടാകുന്നില്ല, നാച്ചുറൽ റൂട്ടാണ്, നാഷണൽ ഡിഫൻസിന് വേണ്ടി യൂസ്ഫുൾ ആണ്. ഓക്കെ, അതിലെ ഹൈ സ്പീഡ് എന്ന് പറയുമ്പം നമുക്കറിയാം ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എടുത്താൽ അതിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് എയർ ട്രാൻസ്പോർട്ട് തന്നെയാണ് അല്ലേ. ഏറ്റവും ലെസ് ടൈമിൽ നമുക്ക് ലോങ് ഡിസ്റ്റൻസ് ഗുഡ്സ് ആണെങ്കിലും പാസഞ്ചേഴ്സിനാണെങ്കിലും ക്യാരി ചെയ്തുകൊണ്ട് പോകാം. ഇനി ക്വിക്ക് സർവീസ് ആണല്ലോ അല്ലേ. കാര്യം എയർ ട്രാൻസ്പോർട്ട് പ്രൊവൈഡ്സ് കംഫർട്ടബിൾ എഫിഷ്യൻ ആൻഡ് ക്വിക്ക് ട്രാൻസ്പോർട്ട് സർവീസസ്. കാര്യം ഗുഡ്സ് ആണെങ്കിലും അവർക്ക് ഏറ്റവും ബെസ്റ്റ് മോഡിൽ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ല, ശരിയല്ലേ. നമുക്കിപ്പോൾ റെയിൽവേ ഒക്കെ ആണെങ്കിൽ അവിടെ ട്രാക്ക് ലേ ചെയ്യണം അല്ലേ, ട്രാക്ക് കൺസ്ട്രക്ട് ചെയ്യണം, അപ്പം അതിന് കുറേ കാശാവും. പക്ഷെ ഇപ്പം ഇവിടെ എന്ന് പറയുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഈ ഒരു എയറോപ്ലെയിൻ മൂവ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രത്യേകിച്ച് ഒരു കൺസ്ട്രക്ഷൻ ഒന്നും ആവശ്യമില്ല. എയർപോർട്ടിന്റെ ആ ഒരു കൺസ്ട്രക്ഷൻ ചെയ്യുന്നതല്ലേ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ അവിടെ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് കുറവായിരിക്കും. പിന്നെ ഈസി അസസ്, കാര്യം മറ്റ് മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട് വെച്ച് നോക്കുമ്പോൾ ഈസിലി അസസിബിൾ ആണ്. ഓക്കെ, അവിടെ പ്രത്യേകിച്ച് ഇത്രയും ഏരിയ ഓഫ് ലാൻഡിന്റെ ആവശ്യമോ അങ്ങനെ ഒബ്സ്ട്രക്ഷൻ ഓഫ് ലാൻഡോ ഒന്നും ഈ ഒരു എയർപോർട്ട് ട്രാൻസ്പോർട്ടിന്റെ ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല. കാര്യം എന്താണ്, മേളിൽ കൂടെ ആണല്ലോ അത് മൂവ് ചെയ്യുന്നത്. അപ്പോഴേക്കും അവിടെ മൗണ്ടെയിൻസോ ഒന്നും ഇല്ലല്ലോ, മീൻസ് അങ്ങനെ ഒരു സീ വരുന്നതായിട്ടോ ഒരു റിവർ വരുന്നതായിട്ടോ ഒന്നും ഇല്ല. അതിന് മൂവ് ചെയ്യുകയാണെങ്കിൽ അത് അങ്ങ് ഈസിലി മൂവ് ചെയ്യാം. ലാൻഡിന്റെ ഒരു ഒബ്സ്ട്രക്ഷൻ ഒന്നും ഈ പറയുന്ന എയർ ട്രാൻസ്പോർട്ടിന് കാണത്തില്ല. ഓക്കെ, പിന്നെ ഫിസിക്കൽ ബാരിയേഴ്സ് നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും ഷോർട്ടസ്റ്റ് ആൻഡ് ഡയറക്റ്റ് റൂട്ട് നോക്കിയായിരിക്കും എയറോപ്ലെയിൻസ് പോകുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ സീ, മൗണ്ടെയിൻസ്, ഫോറസ്റ്റ് ഇതൊന്നും അതിനെ ഒബ്സ്ട്രക്ട് ചെയ്യത്തില്ല. ഓക്കെ, പിന്നെ നാച്ചുറൽ റൂട്ടാണ്. കാര്യം വിത്തൗട്ട് എനി നാച്ചുറൽ ഒബ്സ്റ്റക്കിൾസ് അല്ലെങ്കിൽ ബാരിയേഴ്സ് ഒന്നും ഇല്ലാതെ ജസ്റ്റ് കസ്റ്റം ഫോർമാലിറ്റീസ് മാത്രമേ കാണത്തുള്ളൂ. രണ്ട് കൺട്രീസ് തമ്മിൽ ട്രാൻസ്പോർട്ട് ചെയ്യുവാണെങ്കിൽ ജസ്റ്റ് കസ്റ്റംസിന്റെ കുറച്ച് ഫോർമാലിറ്റീസ് കാണും, അതും ക്വിക്ക്ലി നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റും. ഓക്കെ, അതുകൊണ്ടാണ് വേറെ ഒരു ഡിലേസ് ഒന്നും ഉണ്ടാകുന്നില്ല എയർ ട്രാൻസ്പോർട്ടിൽ. പിന്നെ നമുക്ക് നാഷണൽ ഡിഫൻസിനും ഈ പറയുന്ന എയർ ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യാം. ഓക്കെ, എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ മോഡേൺ വാർസ് ഒക്കെ നടക്കുന്നത് വിത്ത് ഹെൽപ്പ് ഓഫ് എയ്റോപ്ലെയിൻസ് ആണ്. അപ്പം അവിടെയൊക്കെ ഈ പറയുന്ന എയർ ട്രാൻസ്പോർട്ട് യൂസ്ഫുൾ ആണ്. ഓക്കെ, ഇതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്. ഇനി ഡിസഡ്വാൻറ്റേജസിലോട്ട് വരുവാണെങ്കിൽ എന്തൊക്കെയാണ്, കുറച്ചുകൂടെ റിസ്കിയാണ്, കോസ്റ്റ്ലി ആണ്, സ്മോൾ ക്യാരിയിങ് കപ്പാസിറ്റി ആയിരിക്കും, അൺറിയലബിൾ ആണ്, ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി വരും. ഓക്കെ, അപ്പം റിസ്കി എന്ന് പറയുമ്പോൾ എന്താണ്, മറ്റ് ട്രാൻസ്പോർട്ടിനെ വെച്ച് നോക്കുമ്പം കുറച്ച് റിസ്കിയാണ്. കാര്യം ഇവിടെ ചാൻസസ് ഓഫ് ആക്സിഡൻസ് കൂടുതലാണ്. അതേപോലെ തന്നെ കോസ്റ്റ്ലി ആണെന്ന് വെച്ചാൽ അവിടുത്തെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എയറോപ്ലെയിൻസിൽ ഹയർ ആയതുകൊണ്ട് തന്നെ കൺസ്ട്രക്ഷൻ ഓഫ് എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ എയറോഡ്രോംസ് എല്ലാം ഡിസൈൻ ചെയ്യാനും കൺസ്ട്രക്ട് ചെയ്യാനും കുറേ പൈസ ആകുന്നതുകൊണ്ടും എയർ ട്രാൻസ്പോർട്ടിൽ നിന്ന് നമുക്ക് മൂവ് ചെയ്യണമെങ്കിൽ ഫെയർ കൂടുതലാണ് അല്ലേ. നമുക്ക് കുറച്ച് കാശ് കൂടുതൽ കൊടുത്തിട്ട് വേണ്ടി വരും എയറോപ്ലെയിൻസ് യൂസ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ അങ്ങനെ കോമൺ മാൻ അത് അഫോർഡ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും. പിന്നെ ക്യാരിയിങ് കപ്പാസിറ്റി കുറവാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പം നമ്മുടെ ട്രെയിൻ എന്ന് പറയുമ്പം കുറേ ബോഗീസ് ഉണ്ടല്ലോ, അപ്പോൾ അത്രയും സാധനം കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ ഈ ഒരു എയറോപ്ലെയിൻസിന് അങ്ങനെ പറ്റുമോ, ഇല്ല. ഒരു പർട്ടിക്കുലർ സ്ട്രക്ചർ ഉണ്ടെങ്കിൽ അത്രയും അതിനുള്ളിൽ വെക്കാൻ പറ്റുന്ന സാധനങ്ങൾ മാത്രമേ വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് ബൾക്കി ആയിട്ടുള്ള ചീപ്പർ ഗുഡ്സ് ഒന്നും നമ്മൾ അതിൽ കൂടെ ട്രാൻസ്പോർട്ട് ചെയ്യാറില്ല. ഓക്കെ, അതേപോലെ തന്നെ നമുക്കിപ്പം ലോഡ് ക്യാരിങ് കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടി നമുക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല. മറ്റേ ട്രെയിനൊക്കെ ആണെങ്കിൽ നമുക്ക് ലോഡ് ക്യാരിങ് കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടി എക്സ്ട്രാ ഒരു ബോഗിയും കൂടെ വെച്ചാൽ മതി. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും വെക്കാനും പറ്റത്തില്ല. ഓക്കെ, പിന്നെ അൺറിയലബിൾ ആണ്. കാര്യം എയർ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും, വെതറിനെ ഡിപ്പെൻഡ് അല്ലേ, വെതർ ഫോർകാസ്റ്റിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പം വെതർ പ്രോപ്പർ അല്ലെങ്കിൽ ഫ്ലൈറ്റ് പിന്നെയും ഡിലേ ആവും. ഓക്കെ, ഇനിയും ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി വരും. കാര്യം ഈ പറയുന്ന എയർക്രാഫ്റ്റിന്റെ അല്ലെങ്കിൽ എയറോപ്ലെയിൻസിന്റെ ഒക്കെ കൺസ്ട്രക്ഷൻ ആണെങ്കിലും മെയിൻ്റെനൻസ് ആണെങ്കിലും ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി വരും. പിന്നെ അതേപോലെ അതിന് ട്രെയിൻഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് സ്കിൽഡ് പേഴ്സണൽസ് വേണ്ടി വരും. ഓക്കെ, ഇതെല്ലാം റെഡിയാക്കാൻ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജസ്. ഓക്കെ, ഇനി എന്താണ് എയർപോർട്ട്? വാട്ട് ഇസ് എയർപോർട്ട്? ഇറ്റ് ഈസ് എ ലൊക്കേഷൻ വെയർ എയർക്രാഫ്റ്റ് സച്ച് ആസ് എയർപ്ലെയിൻസ്, ഹെലികോപ്റ്റേഴ്സ് ടേക്ക് ഓഫ് ആൻഡ് ലാൻഡ്. ഓക്കെ അല്ലേ, എയറോപ്ലെയിൻസ് ആണെങ്കിലും ഹെലികോപ്റ്റേഴ്സ് ആണെങ്കിലും ലാൻഡ് ചെയ്യുന്നതും ടേക്ക് ഓഫ് ചെയ്യുന്നതും ഈ പറയുന്ന ഒരു ലൊക്കേഷനിലാണ്, എയർപോർട്ട് എന്ന ലൊക്കേഷനിലാണ്. എയർക്രാഫ്റ്റ് മേ ഓൾസോ ബി സ്റ്റോർഡ് ഓർ മെയിൻറ്റെയിൻ അറ്റ് ആൻ എയർപോർട്ട്.
എയർക്രാഫ്റ്റ് ഇപ്പം യൂസ് ചെയ്യുന്നില്ല, കുറച്ച് ഇനി അടുത്ത ദിവസമേ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ അത് സ്റ്റോർ ചെയ്യാനും അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും മെയിൻ്റെനൻസ് വർക്ക് ചെയ്യണമെങ്കിലും അതും എയർപോർട്ടിൽ തന്നെയായിരിക്കും. An airport should have runway for takeoffs and landing, buildings such as hangar and terminal buildings. ഓക്കെ, അതെല്ലാം എയർപോർട്ടിലും ഉണ്ടല്ലോ. റൺവേ ഉണ്ട്, ടേക്ക് ഓഫ് ചെയ്യാനും ലാൻഡ് ചെയ്യാനുള്ള റൺവേ കാണണം, ടെർമിനൽ ബിൽഡിങ്സ് എന്തായാലും കാണണം, പിന്നെ ഹാങ്ങേഴ്സ് എന്ന പോർഷൻ ഉണ്ട്. അതെന്ന് പറയുന്നത് ഈ എയർക്രാഫ്റ്റ് പാർക്ക് ചെയ്യുന്നതും എന്തെങ്കിലും മെയിൻ്റെനൻസ് ഒക്കെ ചെയ്യാനൊക്കെ ഉള്ള സ്ഥലമാണ്. ഓക്കെ, നമുക്കത് കമ്പോണൻസ് നോക്കാം. ഓക്കെ, വേറൊരു ടേമാണ് എയർ ഫീൽഡ്. ഓക്കെ, നിങ്ങൾ ഈ ഒരു ഇമേജ് നോക്കണേ. ഇവിടെ ചെറിയൊരു പ്ലെയിൻ പോലത്തെ ഇങ്ങനെ ലാൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എയർഫീൽഡ് ഈസ് an area where an aircraft can land and take off, which may or may not be equipped with any navigational aids or markings. Many grass strips are also designated as airfield. ഓക്കെ, അപ്പം എയർഫീൽഡ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു ഏരിയ ആണ്. അവിടെ ആയിരിക്കും എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യുന്നതും ടേക്ക് ഓഫ് ചെയ്യുന്നതും. പക്ഷെ അവിടെ പ്രത്യേകിച്ച് യാതൊരു വിധത്തിലുള്ള നാവിഗേഷണൽ എയ്ഡ്സ് എന്ന് വെച്ചാൽ ലൈറ്റിങ്സോ മാർക്കിങ്സോ ഒന്നും കാണത്തില്ല. ചുമ്മാ ഒരു കുറച്ച് ഗ്രാസ് ഫീൽഡ് പോലെ തോന്നും. ഓക്കെ, ഇത് ഈ സ്ഥലത്തിലൊക്കെ പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെയും എന്താണ് ഹെലികോപ്റ്റേഴ്സൊക്കെ ആയിരിക്കും ലാൻഡ് ചെയ്യുന്നത്. വേറൊരു ടേമാണ് എയറോഡ്രോംസ്. ഓക്കെ, അതെന്ന് വെച്ചാലും എ ഡിഫൈൻഡ് ഏരിയ ഓഫ് ലാൻഡ് റിഗാർഡ്ലെസ് ഓഫ് ഫെസിലിറ്റീസ് ഇൻറ്റൻഡഡ് ടു ബി യൂസ്ഡ് ഐദർ ഹോൾലി ഓർ ഇൻ പാർട്ട് ഫോർ ദി അറൈവൽ, ഡിപ്പാച്ചർ ആൻഡ് സർഫസ് മൂവ്മെന്റ് ഓഫ് എയർക്രാഫ്റ്റ്. ഇതും എയർഫീൽഡ് പോലെ തന്നെ ഒരു സെപ്പറേറ്റ് ഏരിയ ഓഫ് ലാൻഡ് തന്നെയാണ് ഇതും. ഇവിടെയും പ്രത്യേകിച്ച് ഫെസിലിറ്റീസ് ഒന്നും ഉണ്ടാകാൻ ചാൻസ് കുറവാണ്. ചിലപ്പോൾ കാണും, ചിലപ്പോൾ കാണാതിരിക്കും. ആ ഒരു ഏരിയയിലെ കുറച്ച് പോർഷൻ നമുക്ക് അറൈവൽ, എയർക്രാഫ്റ്റിന്റെ അറൈവലിനോ ഡിപ്പാച്ചറിനോ അല്ലെങ്കിൽ സർഫസ് മൂവ്മെന്റിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം എയർപോർട്ട്സിന് നമുക്ക് ഇന്റർനാഷണൽ എയർപോർട്ട്, ഡൊമസ്റ്റിക് എയർപോർട്ട്, റീജിയണൽ എയർപോർട്ട്, ഇങ്ങനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ എങ്ങോട്ടൊക്കെ പോകുന്ന പ്ലെയിൻസാണ് വരുന്നത്. ട്രാവൽ ബിറ്റ്വീൻ കൺട്രീസിൽ മൂവ് ചെയ്യുമ്പം നമ്മൾ ചെല്ലുന്നത് ഇന്റർനാഷണൽ എയർപോർട്ടിലായിരിക്കും അല്ലേ. ഓക്കെ, ആൻഡ് ഇന്റർനാഷണൽ എയർപോർട്ട് ഈസ് ആൻ എയർപോർട്ട് വിത്ത് കസ്റ്റംസ് ആൻഡ് ബോർഡർ കൺട്രോൾ ഫെസിലിറ്റീസ് എനേബിളിംഗ് പാസഞ്ചേഴ്സ് ടു ട്രാവൽ ബിറ്റ്വീൻ കൺട്രീസ് മൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇന്റർനാഷണൽ എയർപോർട്ടിൽ വരണം. അവിടെ കസ്റ്റംസ് ആൻഡ് ബോർഡർ ചെക്കിംഗ് എല്ലാം കാണും. ഓക്കെ, international airports are usually larger than domestic airports and often feature longer runway and facilitates to accommodate the heavier aircraft commonly used for international and intercontinental travel. ഓക്കെ, എന്താണ് ഡൊമസ്റ്റിക് എയർപോർട്ടിനേക്കാളും ലാർജർ ആയിരിക്കും, ശരിയാണല്ലോ അല്ലേ. അതേപോലെ തന്നെ അവിടുത്തെ റൺവേയുടെ ലെന്ത് എന്ന് പറഞ്ഞാൽ ലോങ്ങർ റൺവേ ആയിരിക്കും. കാര്യം ആ ഇന്റർനാഷണൽ എയർപോർട്ടിൽ വരുന്ന എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത് ഇച്ചിരി ലാർജർ ആയിരിക്കും, ഹെവിയർ ആയിട്ടുള്ളതായിരിക്കും. അതേ കാര്യം അത് ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ആണല്ലോ, അല്ലെങ്കിൽ ഇന്റർ കോണ്ടിനെന്റൽ പോകുന്ന ഫ്ലൈറ്റ് ആയിരിക്കുമല്ലോ. ഓക്കെ, പിന്നെ പറഞ്ഞിരിക്കുന്നത് ഇന്റർനാഷണൽ എയർപോർട്ട് ഓഫൻ ഓൾസോ ഹോസ്റ്റ് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്. ഇപ്പം ഇന്റർനാഷണൽ എയർപോർട്ടിൽ ചിലപ്പം ഡൊമസ്റ്റിക് ഫ്ലൈറ്റും വരാറുണ്ട്. ഓക്കെ, it handle scheduled commercial airlines both for passengers and cargos. പാസഞ്ചേഴ്സിന്റെ എയർലൈൻസും അതേപോലെ കാർഗോസ് കൊണ്ടുവരുന്ന എയർലൈൻസും ഈ പറയുന്ന ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഷെഡ്യൂൾ ചെയ്യുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അവർ. മെനി ഇന്റർനാഷണൽ എയർപോർട്ട്സ് ഓൾസോ സെർവ് അസ് ഹബ്സ് or places where non-direct flight may land and passenger switch planes. ഓക്കെ, അതേപോലെ തന്നെ ഹബ്ബായിട്ടും ഇവർ ഈ പറയുന്ന ഇന്റർനാഷണൽ എയർപോർട്ട് ആക്ട് ചെയ്യും. കാര്യം എന്താണെന്ന് വെച്ചാൽ ചിലപ്പം ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇപ്പം ഇന്ത്യയിൽ നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇപ്പം കാനഡയിലോട്ട് കാണത്തില്ലായിരിക്കും. അപ്പോൾ അവിടെ ഇടയ്ക്ക് ജർമ്മനിയിൽ ഇറങ്ങും. അപ്പം എന്താണ്, ഒരു ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ലാത്ത സമയത്ത് ആൾക്കാരെ ലാൻഡ് ചെയ്യാനും ആൾക്കാർക്ക് അടുത്ത പ്ലെയിനിലോട്ട് സ്വിച്ച് ചെയ്യാനൊക്കെ ഈ പറയുന്ന ഇന്റർനാഷണൽ എയർപോർട്ടിൽ ആണ് സാധ്യമാകുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഡൊമസ്റ്റിക് എയർപോർട്ട് എന്ന് പറയുമ്പം എ ഡൊമസ്റ്റിക് എയർപോർട്ട് ഇസ് എൻ എയർപോർട്ട് വിച്ച് ഹാൻഡിൽസ് ഓൺലി ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് അല്ലെങ്കിൽ ഫ്ലൈറ്റ് വിത്തിൻ ദി സെയിം കൺട്രി. ഓക്കെ, ഡൊമസ്റ്റിക് എയർപോർട്ട് ഡസ് നോട്ട് ഹാവ് കസ്റ്റംസ് ആൻഡ് ഇമിഗ്രേഷൻ ഫെസിലിറ്റീസ് ഒന്നും ഇല്ല അവിടെ. കാര്യം അത് വിത്തിൻ ദി കൺട്രി ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണല്ലോ. ആൻഡ് ആർ ദെയർഫോർ ഇൻകേപ്പബിൾ ഓഫ് ഹാൻഡ്ലിംഗ് ഫ്ലൈറ്റ്സ് ടു ഓർ ഫ്രം എ ഫോറിൻ എയർപോർട്ട്. അപ്പം ഒരു ഫോറിൻ കൺട്രിയിൽ നിന്ന് വരുന്ന കാര്യങ്ങളൊന്നും ഇവിടെ ഡീൽ ചെയ്യത്തില്ല. കാര്യം ഇവിടെ എന്താണ്, കസ്റ്റംസ് ആൻഡ് ഇമിഗ്രേഷൻ ഫെസിലിറ്റീസ് ഒന്നും കാണില്ല. ദീസ് എയർപോർട്ട്സ് നോർമലി ഹാവ് ഷോർട്ട് റൺവേ ആയിരിക്കും. കാര്യം അവിടെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് ഷോർട്ട് ആൻഡ് മീഡിയം ഹൗൾ എയർക്രാഫ്റ്റ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തതാണ് തേർഡ് വൺ ആണ് റീജിയണൽ എയർപോർട്ട്. ഓക്കെ, regional airport is an airport serving traffic within a relatively small or lightly populated geographical area. ചെറിയ കുറച്ച് ആൾക്കാർ മാത്രമുള്ള പോപ്പുലേഷനുള്ള ഏരിയാസ് കാണും. അവിടെ കൊടുക്കുന്ന അവിടുത്തെ അത്രയും ട്രാഫിക് ആ ആൾക്കാരെ മാത്രം
നോക്കിയിട്ട് കൊടുക്കുന്ന എയർപോർട്ടിനാണ് റീജിയണൽ എയർപോർട്ട് എന്നൊക്കെ പറയുന്നത്. നമ്മളിവിടെ ഒന്നും അധികം കണ്ടിട്ടില്ല. ഓക്കെ, അപ്പം ഈ പറയുന്ന റീജിയണൽ എയർപോർട്ട് യൂഷ്വലി ഡസ് നോട്ട് ഹാവ് കസ്റ്റംസ് ആൻഡ് ഇമിഗ്രേഷൻ ഫെസിലിറ്റീസ് ടു പ്രോസസ് ട്രാഫിക് ബിറ്റ്വീൻ അവിടെയും ഈ പറയുന്ന കസ്റ്റംസ് ആൻഡ് ഇമിഗ്രേഷൻ ഫെസിലിറ്റീസ് കാണില്ല. അപ്പോൾ നമുക്ക് വേറൊരു കൺട്രിയിൽ നിന്ന് വരുന്ന ഫ്ലൈറ്റ് ഒന്നും അവിടെ ലാൻഡ് ചെയ്യാറില്ല. എയർക്രാഫ്റ്റ് യൂസിങ് ദീസ് എയർപോർട്ട്സ് ടെൻ ടു ബി സ്മോളർ ബിസിനസ് ജെറ്റ് ഓർ പ്രൈവറ്റ് എയർക്രാഫ്റ്റ്. ഓക്കെ, അപ്പം എന്താണ് പ്രൈവറ്റ് ആയിട്ടുള്ള എയർക്രാഫ്റ്റ് ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ അവരുടെയൊക്കെ എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യാനും അതേപോലെ തന്നെ ടേക്ക് ഓഫ് ചെയ്യാനും അതേപോലെ തന്നെ ബിസിനസ് ജെറ്റ് ഒക്കെ ലാൻഡ് ചെയ്യാനും ടേക്ക് ഓഫ് ചെയ്യാനൊക്കെ ആയിരിക്കും ഈ പറയുന്ന റീജിയണൽ എയർപോർട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് US-ലുള്ള ഒരു റീജിയണൽ എയർപോർട്ടിന്റെ ഒരു ഇമേജ് ആണ്. വേറെ പ്രത്യേകിച്ച് ഫെസിലിറ്റീസോ ഒന്നും ഇല്ല, ലൈറ്റിങ്ങോ അല്ലെങ്കിൽ ടെർമിനൽ ബിൽഡിങ്ങോ ഒന്നും ഇല്ല. മാത്രമേ കാണൂ. ഓക്കെ, അപ്പം മൂവിങ് ഓൺ ടു ഡിഫറെൻറ്റ് കമ്പോണൻസ് ഓഫ് ആൻ എയർപോർട്ട്. ഓക്കെ, മെയിൻ ആയിട്ടുള്ള കമ്പോണൻസ് ചുമ്മാ ലിസ്റ്റ് ചെയ്തതേ ഉള്ളൂ. കുറച്ച് അധികം കമ്പോണൻസ് ഉണ്ട്. ഓക്കെ, റൺവേ കാണും, ടെർമിനൽ ബിൽഡിങ്സ് കാണും, ആപ്രോൺ എന്നൊരു പോർഷൻ കാണും, ടാക്സി വേ കാണും, എയർക്രാഫ്റ്റ് സ്റ്റാൻഡ്, ഹാങ്ങർ എന്നൊരു ഏരിയ കാണും, കൺട്രോൾ ടവർ ഉണ്ട്, പാർക്കിംഗ് ഏരിയ, അല്ലാത്ത പാർക്കിംഗ് ഏരിയ നമ്മുടെയൊക്കെ കാറും എന്താണ് ടാക്സിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലവും കാണും, അങ്ങനത്തെ പാർക്കിംഗ് ഏരിയയും കാണും. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു ടിപ്പിക്കൽ ലേ ഔട്ട് ഓഫ് എൻ എയർപോർട്ടാണ്. വെറുതെ ഞാനൊരു ഫിഗർ വെച്ചതേ ഉള്ളൂ, നിങ്ങൾ ചുമ്മാ നോക്കിയേക്ക്. ഓക്കെ, ഇതാണല്ലോ നമ്മുടെ റൺവേ എന്ന് പറയുന്നത്. അവിടെ കുറേ മാർക്കിങ്സ് ഉണ്ട്, ഇങ്ങനെ ഇങ്ങനെ കുരുനാന്ന് എഴുതിയിട്ടുണ്ടല്ലോ. ഇത് നമ്മൾ 6th മൊഡ്യൂൾ ഇതൊക്കെ എടുത്ത് പഠിക്കും. ഓക്കെ, അപ്പം ഫസ്റ്റ് വൺ ഇവിടെ ഇങ്ങനെ കുറച്ച് ലൈറ്റിംഗ് കൊടുക്കും കേട്ടോ. ലൈറ്റിംഗ് ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റൺവേ ലൈറ്റിംഗ് കാണും. പിന്നെ നമ്പർ 2 എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യുന്നത് ഡി ഐസിങ് ഏരിയ, അതൊക്കെ എന്താ നമുക്ക് പിന്നെ കാണാം. പിന്നെ തേർഡ് വൺ എന്ന് പറഞ്ഞിട്ട് പ്രീ ത്രഷോൾഡ് ഏരിയ ആണ്. പിന്നെ 4th വന്നു ഇവിടെയും കുറച്ച് ലൈറ്റിംഗ് ആണ്, അത് PAPI അങ്ങനെയാണ്, പാപ്പി എന്നാണ് അതിനെ പറയുന്നത്. 5th പോർഷൻ എന്ന് പറഞ്ഞാൽ റൺവേനെ ഡെസിഗ്നേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു നമ്പർ കൊടുക്കും. പിന്നത്തത് സെൻട്രൽ ലൈൻ കാണും. ഓക്കെ, 6ാമത്തത്. പിന്നെ 7ാമത്തത് ഇവിടെ 2 ലൈൻ വെച്ച് കണ്ടോ, അത് ടച്ച് ഡൗൺ സോൺ എന്ന് വെച്ചാൽ എയ്റോപ്ലെയിൻ അങ്ങന്ന് വരുമ്പോഴേ അത് ഇവിടം കൊണ്ട് ഈ അടുക്കാറാകുമ്പം അവിടെ ടച്ച് ചെയ്യും, മീൻസ് അതിൻ്റെ ആ വീൽ ഇവിടെ ടച്ച് ആകും, അതാണ് കാണിക്കുന്നത്. പിന്നെ ഇത് എയിമിങ് പോയിന്റ്, ഇത് നോക്കിയിട്ടായിരിക്കും ആ ഒരു പൈലറ്റ് വരുന്നത്. പിന്നെ ത്രഷോൾഡ് ഏരിയ, പിന്നെ ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് വേ എന്ന് വെച്ചാൽ ഇങ്ങോട്ട് ഇനി പോകാൻ പാടില്ല. പിന്നെ ഇവിടെ ഹോൾഡിങ് പൊസിഷൻ, ചിലപ്പോൾ കുറച്ച് നേരം ഹോൾഡ് ചെയ്യുന്ന ഇവിടെ ആയിരിക്കും. പിന്നെ എഡ്ജ് മാർക്കിങ്സ് കാണും. പിന്നെ എന്താണ് ഹൈ സ്പീഡ് ആയിട്ട് വരുന്നത് തന്നെ ഈ ഒരു പോർഷനിൽ കൂടെ ആയിരിക്കും പോകുന്നത്. പിന്നെ കൊടുത്തിരിക്കുന്ന ഹെലികോപ്റ്റർ സ്റ്റാൻഡ് കാണും, ഇവിടെ H എന്ന് വെച്ച് മാർക്ക് ചെയ്യുന്നുണ്ടോ. പിന്നെ അല്ലാതെ ഫയർ സ്റ്റേഷൻ കാണും. പിന്നെ 16 എയർലൈൻ സർവീസസ് കാണും. പിന്നെ അതിനുള്ള ബസ് സ്റ്റോപ്പ്, ടാക്സി സ്റ്റാൻഡൊക്കെ പുറത്തായിട്ട്, എന്ന് വെച്ചാൽ എയർപോർട്ടിന് പുറത്തായിട്ട് ബാക്കി ഫെസിലിറ്റീസ് എല്ലാം കാണും. ഓക്കെ, നമുക്ക് ഓരോന്നും നോക്കാം എന്താണെന്നുള്ളത്. അപ്പോൾ റൺവേനെ പറ്റി ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഒരു എയർപോർട്ടിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റൺവേ ആണല്ലോ. റൺവേ ഇല്ലാതെ എങ്ങനെയാണ് എയ്റോപ്ലെയിനിൽ ലാൻഡ് ചെയ്യാനും ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റുന്നത്? ഓക്കെ, എ റൺവേ ഈസ് ദി ഏരിയ വെയർ ആൻ എയർക്രാഫ്റ്റ് ലാൻഡ്സ് ഓർ ടേക്സ് ഓഫ്. ഇറ്റ് ക്യാൻ ബി ഗ്രാസ് ഓർ എ ഹാർഡ് സർഫസ് സച്ച് ആസ് അസ്ഫാൾട്ട് ഓർ കോൺക്രീറ്റ് വെച്ചിട്ടുള്ള ഒരു ഹാർഡ് സർഫസ് ആയിരിക്കും. നമുക്ക് ടാറിട്ട റോഡ് പോലെ തന്നെയാണല്ലോ തോന്നുന്നത് സാധാരണ. Runways have special markings on them to help a pilot in the aircraft to tell that it is a runway and not a road. ഓക്കെ, അപ്പം ഒരു പൈലറ്റിന് മനസ്സിലാകാൻ വേണ്ടി അതിൽ കുറേ മാർക്കിങ്സ് ഉണ്ട്. അപ്പം അതിങ്ങനെ കൊടുക്കുന്നതെന്ന് വെച്ചാൽ അതിങ്ങനെ ഒരു സെപ്പറേഷൻ മനസ്സിലാകാൻ വേണ്ടി, കാരണം ഓക്കെ ഇത് റോഡല്ല, ഇത് റൺവേ ആണ് എന്ന് ദൂരേന്ന് വരുന്ന ഒരു പൈലറ്റിന്, ലാൻഡ് ചെയ്യാൻ വരുന്ന പൈലറ്റിന് മനസ്സിലാകാൻ വേണ്ടിയാണ് അങ്ങനെ മാർക്കിങ്സ് ഒക്കെ നമ്മൾ കൊടുക്കുന്നത്. ആൻഡ് ടു ഹെൽപ്പ് ദം വെൻ ദേ ആർ ലാൻഡ് ചെയ്യാൻ പോവുകയാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയൊക്കെ ഈ റൺവേ മാർക്കിങ്സിന് ആവശ്യമുണ്ട്. ഓക്കെ, ഈ മാർക്കിങ്സ് ഒക്കെ സാധാരണ വൈറ്റ് കളറിലാണ് കൊടുക്കുന്നത്. മോസ്റ്റ് റൺവേ ഹാവ് നമ്പേഴ്സ്, അത് 0 മീൻസ് 1 തൊട്ട് 36 വരെയാണ് നമ്പർ കൊടുക്കാറ്. ആ റൺവേയുടെ എൻഡിലായിട്ട് കൊടുക്കും. ഇത് എന്തിനാന്ന് വെച്ചാൽ ദ നമ്പർ ഈസ് ദി റൺവേ കോമ്പസ് ഡയറക്ഷൻ, റൺവേയുടെ ഡയറക്ഷനാണ് ആ കാണിച്ചിരിക്കുന്നത്. ഇപ്പം 36 എന്ന് മാർക്ക് ചെയ്ത് അതിനർത്ഥം 360 ഡിഗ്രി കോമ്പസ് ഡയറക്ഷൻ കാണിച്ചിട്ട് നമ്മൾ കൊടുത്ത റൺവേ ആയിരിക്കും അത്. ഓക്കെ, അപ്പോൾ റൺവേയുടെ കോമ്പസ് ഡയറക്ഷനാണ് ആ നമ്പർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതായിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, റൺവേ നമ്പേർഡ് 36 വുഡ് ബി പോയിന്റിങ് നോർത്ത് ഓർ 360 ഡിഗ്രി പോയിന്റ് ചെയ്തിട്ടുള്ളതായിരിക്കും. ഓക്കെ, ചിലപ്പം 19 എന്നാണ് കാണിക്കുന്നതെങ്കിൽ അത് 190 ഡിഗ്രി
പോയിന്റ് ചെയ്തിട്ടുള്ള കോമ്പസിൽ ഡയറക്ഷൻ കാണിച്ചിട്ടുള്ള റൺവേ ആയിരിക്കും. ഓക്കെ, സം എയർപോർട്ട് ഹാവ് മോർ ദാൻ വൺ റൺവേ. അപ്പോൾ ചില എയർപോർട്ടിൽ ഒന്നിൽ കൂടുതൽ റൺവേ ഉണ്ട്. അപ്പോൾ എന്താ പറ്റും, ഈ നമ്പർ ഇപ്പോൾ രണ്ടിടത്തും 36 രണ്ടിടത്തും 360 ഡിഗ്രിയാണ് പോയിന്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ രണ്ടിടത്തും 36 എഴുതി കഴിഞ്ഞാൽ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആവും. അപ്പം ഈ പൈലറ്റ് വരുമ്പോഴേക്കും പൈലറ്റിന് ഒരു മെസ്സേജ് ചെല്ലും, ഓക്കെ നിങ്ങൾ 36 എന്ന നമ്പറുള്ള എന്താണ് റൺവേയിൽ വേണം ലാൻഡ് ചെയ്യാന്ന് പറയും. അപ്പോഴേക്കാണ് അയാൾക്ക് ഡൗട്ട് ആകത്തില്ലേ ഏത് 36 വേണം. അയാൾ നോക്കുമ്പോൾ 2 36 കാണും. അപ്പം എന്താണ് അവിടെ നമ്മൾ ആ 36 കൂടെ ഒരു ലെറ്റർ കൊണ്ട് കൊടുക്കും. അതെങ്ങനെയാണെന്നുള്ളത് പറയാം. സം എയർപോർട്ട്സ് ഹാവ് മോർ ദാൻ വൺ റൺവേ going in the same direction. So they add letters to the end of the number. R for right, C for center and L for left. ഓക്കെ, അപ്പോൾ അവർ ആ ഒരു നമ്പറിൻ്റെ കൂടെ ഒരു ലെറ്റർ ആറെന്നോ എല്ലെന്നോ സീന്നോ കാണും. ഓക്കെ, ആറെന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിൽ, എൽ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ, സി എന്ന് പറഞ്ഞാൽ സെൻട്രൽ. അപ്പം 36 എൽ എന്ന് പറഞ്ഞാൽ 36 നമ്പറുള്ള ലെഫ്റ്റ് സൈഡിലുള്ള റൺവേയിലോട്ട് ലാൻഡ് ചെയ്യൂ എന്നാണ് അർത്ഥം. ഓക്കെ, അങ്ങനെ നമ്പേഴ്സും ലെറ്റേഴ്സും കാണും മോർ ദാൻ വൺ റൺവേ ഉണ്ടെങ്കിൽ. ഇത് കണ്ടോ, ഞാനിപ്പോൾ റൺവേ ആണ്, ഇതൊരു നമ്പർ കൊടുത്തിരിക്കുന്നത് കണ്ടോ, നല്ല വലുതായിട്ടായിരിക്കും കൊടുക്കാറ്. ഈ ഇമേജിലൊക്കെ കാണാം 18 എന്നൊക്കെ മാർക്ക് ചെയ്യിക്കുന്നതും. ഈ സൈഡിൽ നിന്ന് വരുമ്പോൾ ഇവിടെ 18 എന്നാണ്, ഇപ്പുറത്തുനിന്ന് വരുമ്പോൾ 36 എന്നായിരിക്കും മാർക്ക് ചെയ്യും. ഓക്കെ, അടുത്ത പോർഷനാണ് ടെർമിനൽ ബിൽഡിംഗ്. ഓക്കെ, ടെർമിനൽ ബിൽഡിങ്ങിലൊക്കെ എല്ലാവരും കയറി, കുറച്ച് പേരൊക്കെ ഇങ്ങനെ പ്ലെയിൻ യൂസ് ചെയ്തിട്ടുള്ളവർക്കെല്ലാം കയറി ഇരുന്നിട്ടുണ്ടല്ലോ. Okay, also known as airport terminal, these buildings are the spaces where passengers board or alight from flight. Okay, അപ്പം പാസഞ്ചേഴ്സ് വെയിറ്റ് ചെയ്യുവാണ്, ഫ്ലൈറ്റിലോട്ട് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരും പിന്നെ ഇറങ്ങിയവരൊക്കെ ഇരിക്കുന്ന ഒരു പോർഷനെയാണ് നമ്മൾ ടെർമിനൽ ബിൽഡിംഗ് എന്ന് പറയുന്നത്. These buildings provide all the necessary facilities for passenger to check in their luggage, clear the customs and have lounges to wait before ഡിസാമ്പിങ്. ഓക്കെ, അപ്പോൾ അവർ പോകുന്നതിന് മുന്നേ അവർക്ക് വെയിറ്റ് ചെയ്യാനും ചെക്ക് ഇൻ ചെയ്യാനും എന്താണ് കസ്റ്റംസ് ഒക്കെ ക്ലിയർ ചെയ്യാനൊക്കെ ഉള്ള ഏരിയ ആണ്. ദ ടെർമിനൽസ് ക്യാൻ ഹൗസ് കഫേസ് കാണും, ലൗഞ്ചസ് കാണും, ബാർസ് കാണും ഫോർ വെയിറ്റിംഗ് ഏരിയ. ആ പാസഞ്ചേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കഫേസ് എല്ലാം കാണും. ടിക്കറ്റ് കൗണ്ടേഴ്സ് കാണും, ലഗേജ് ചെക്ക് ഇൻ ചെയ്യാനുള്ളതും അത് ട്രാൻസ്ഫർ ചെയ്യാനുള്ളതും സെക്യൂരിറ്റി ചെക്കപ്പ് ചെയ്യാനുള്ളതും കസ്റ്റംസിൻ്റെ ഒക്കെ കാര്യങ്ങളൊക്കെ തീർക്കാനൊക്കെ ഉള്ളതും ഈ പറയുന്ന എയർപോർട്ട് ടെർമിനൽ വെച്ച് തന്നെയായിരിക്കും. ലാർജ് എയർപോർട്ട് ക്യാൻ ഹാവ് മോർ ദാൻ വൺ ടെർമിനൽസ്. ഓക്കെ, ലാർജ് എയർപോർട്ട് ആണെങ്കിൽ ഒന്നിൽ കൂടുതൽ ടെർമിനൽസ് കാണും. അപ്പോൾ ഈ ടെർമിനൽസുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി അവിടെ ലിങ്ക് കാണും, എന്ന് വെച്ചാൽ ഒരു വാക്ക് വേയോ സ്കൈ ബ്രിഡ്ജോ ഒക്കെ കാണും. സ്മോളർ എയർപോർട്ട് ആണെങ്കിൽ ഒരൊറ്റ ടെർമിനൽ ബിൽഡിംഗ് കാണത്തുള്ളൂ, അതിൽ തന്നെ എല്ലാ ഫെസിലിറ്റീസും കൊടുക്കും അവർ. ഓക്കെ, ഇതൊരു ടെർമിനൽ ബിൽഡിങ്ങിൻ്റെ എക്സാമ്പിളാണ്. ആൾക്കാർക്കൊക്കെ ഇരിക്കാനും ഇവിടെയൊക്കെ കഫേസും ബാക്കി ചെക്ക് ഇൻ ചെയ്യുന്ന ആൾക്കാർക്കുള്ള സാധനങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ. ഓക്കെ, അടുത്ത പോർഷനാണ് ആപ്രോൺസ്. എയർക്രാഫ്റ്റ് ആപ്രോൺസ് ആർ ദി ഏരിയാസ് വെയർ ദി എയർക്രാഫ്റ്റ് പാർക്ക്. ഓക്കെ, എയർക്രാഫ്റ്റ് പാർക്ക് ചെയ്തിരിക്കുന്ന ഏരിയാസിനെയാണ് നമ്മൾ ആപ്രോൺ എന്ന് പറയുന്നത്. ഇവിടെയൊക്കെ ഇങ്ങനെ കാണുമല്ലോ. ആപ്രോൺസ് നമുക്ക് വേണമെങ്കിൽ റാംസ് എന്നൊക്കെ വിളിക്കാം. They vary in size from areas that may hold 5 or 10 small planes to a very large areas that the major airports have. ഓക്കെ, ചിലപ്പം ചെറിയൊരു ഏരിയ ആയിരിക്കും, അവിടെ നമുക്ക് ഒരു 4-5 ചെറിയ പ്ലെയിൻസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട്, അല്ലെങ്കിൽ വലിയ എയർക്രാഫ്റ്റിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ആപ്രോൺസും കാണും. ഓക്കെ, കണ്ടല്ലോ പാർക്ക് ചെയ്യിക്കുന്നത്. ഇനി അവിടെ തന്നെ ഒരു പോർഷനാണ് എയർക്രാഫ്റ്റ് സ്റ്റാൻഡ്. Okay, a designated area of an apron intended to be used for parking an aircraft. Okay, ഈ ആപ്രോണിൽ തന്നെ ഒരു ഏരിയ ആണ്, അത് ഈ പറയുന്ന പാർക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അതിനെ നമുക്ക് എയർക്രാഫ്റ്റ് സ്റ്റാൻഡ് എന്ന ടേം വെച്ച് പറയാം. അടുത്തത് ഞാൻ പറഞ്ഞല്ലോ ആപ്രോൺസിനെ റാം എന്നും പറയാമെന്ന്. ഓക്കെ, അത് എന്താണെന്നുള്ളത് ചുമ്മാ നമുക്ക് അതിനൊരു ഡെഫിനേഷൻ നോക്കിയേക്കാം. ഈസ് എ ഡെഡിക്കേറ്റഡ് സ്പേസ് അറ്റ് എൻ എയർപോർട്ട് ദാറ്റ് act as a parking pad for an aircraft. The ramp is typically paved and leased by a particular company for storing, holding their aircraft. ഓക്കെ, അപ്പം ഓരോ പർട്ടിക്കുലർ കമ്പനീസും അവരുടെ എയർക്രാഫ്റ്റ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം അവർക്ക് അവരുടേതായ ഈ പറയുന്ന എയർക്രാഫ്റ്റിനെ സ്റ്റോർ ചെയ്യാനും ഹോൾഡ് ചെയ്യാനുള്ള ഈ പോർഷൻസ് കാണും. എ റാം ഡസ് നോട്ട് എക്സിറ്റ് അണ്ടർ എ ക്ലോസ്ഡ് സ്ട്രക്ചർ. ഒരു ക്ലോസ്ഡ് സ്ട്രക്ചറിലല്ലായിരിക്കും, ഒരു ഓപ്പൺ ഏരിയ ആയിരിക്കും അവിടെ.
ഓക്കെ, അപ്പോൾ അവിടെ പ്രീ ഫ്ലൈറ്റ് ആക്ടിവിറ്റീസ് ഒക്കെ അവിടെ ആയിരിക്കും നടക്കുന്നത്. എന്ന് വെച്ചാൽ ലോഡിങ് ആൻഡ് അൺലോഡിങ് ഓഫ് കാർഗോസ് ആൻഡ് പാസഞ്ചേഴ്സ്, പിന്നെ ഫ്യൂവൽ കൊടുക്കണമെങ്കിൽ റീഫ്യൂലിംഗ്, ക്ലീനിങ്, റീസ്റ്റോക്കിംഗ് സപ്ലൈസ്, ഇതെല്ലാം നടത്തുന്നത് ഈ പറയുന്ന ആപ്രോൺ അല്ലെങ്കിൽ റാം പോർഷനിലായിരിക്കും. ഓക്കെ, അടുത്ത ഒരു സ്ഥലമാണ് ഈ എയർപോർട്ടിൽ തന്നെ ഉള്ളത് ഹാങ്ങർ എന്നൊരു പോർഷൻ. എ ഹാങ്ങർ ഈസ് എ ക്ലോസ്ഡ് ബിൽഡിംഗ് സ്ട്രക്ചർ ടു ഹോൾഡ് എയർക്രാഫ്റ്റ് ഓർ സ്പേസ് ക്രാഫ്റ്റ് ഫോർ റിപ്പയറിംഗ്. ഹാങ്ങേഴ്സ് ആർ ബിൽഡ് ഓഫ് മെറ്റൽ, വുഡ് ഓർ കോൺക്രീറ്റ്. ഓക്കെ, മെറ്റൽ വെച്ചിട്ടോ വുഡ് വെച്ചിട്ടോ കോൺക്രീറ്റ് വെച്ചിട്ടോ ആയിരിക്കും കൺസ്ട്രക്ട് ചെയ്യുന്നത്. എന്തിനാണ്? റിപ്പയറിംഗ് വർക്കിന് വേണ്ടിയാണ്. അതൊരു ക്ലോസ്ഡ് സ്ട്രക്ചർ ആയിരിക്കും. അടുത്ത ഒരു പോർഷനാണ് ടാക്സി വേ. ഓക്കെ, എ ടാക്സി വേ ഈസ് എ പാത്ത് ഓഫ് ആൻ എയർപോർട്ട് കണക്ടിങ് റൺവേസ് വിത്ത് റാം, ഹാങ്ങർ, ടെർമിനൽസ് ആൻഡ് അതർ ഫെസിലിറ്റീസ്. ഓക്കെ, അപ്പം ഈ കാണുന്നതാണ് നമ്മുടെ സൈഡിൽ കാണുന്നതാണ് നമ്മുടെ റൺവേ എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പം റൺവേയിൽ നിന്ന് ഇങ്ങോട്ടൊക്കെ ആയിരിക്കും നമ്മുടെ ഫെസിലിറ്റീസ്. അങ്ങോട്ട് ചെല്ലാൻ വേണ്ടി ഇവിടെ ചെറിയൊരു വേ കൊടുക്കുന്നുണ്ടല്ലോ, പാത്ത് കൊടുക്കുന്നുണ്ടല്ലോ, അതിനാണ് ടാക്സി വേ എന്ന് പറയുന്നത്. ദേ മോസ്റ്റ്ലി ഹാവ് ഹാർഡ് സർഫസ് സച്ച് ആസ് അസ്ഫാൾട്ട് ഓർ കോൺക്രീറ്റ്. ഓൾദോ സ്മോളർ എയർപോർട്ടിൽ ചിലപ്പം ഗ്രാവൽ അല്ലെങ്കിൽ ഗ്രാസിന്റെ ടാക്സി വേ ആയിരിക്കും. അടുത്തതാണ് കൺട്രോൾ ടവർ. ഇത് നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. A tower at an airfield from which air traffic is controlled by radio and observed physically and by radar. നമുക്ക് ഫിസിക്കലി നോക്കിയാൽ കാണാം. ഇപ്പം ഒരു എയർപോർട്ടിൽ ഈ പറയുന്ന എന്താണ് കൺട്രോൾ ടവർ കാണും. അവിടെയും കുറേ ആൾക്കാർ ഇരിപ്പുണ്ടായിരിക്കും കൺട്രോൾ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അവരായിരിക്കും എന്താണ് നമ്മുടെ പൈലറ്റിന് ലാൻഡ് ചെയ്യാൻ വരുന്ന പൈലറ്റിന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഈ ഒരു റൺവേയിൽ ഇറങ്ങണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അവർ ആയിരിക്കും കൺട്രോൾ ചെയ്യുന്നത്. ഫിസിക്കലി അവർക്ക് നോക്കി കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ റഡാർ യൂസ് ചെയ്ത് കൺട്രോൾ ചെയ്യാം. റേഡിയോസ് കാണും, അവർ പറയുന്നത് ചിലപ്പോൾ അകത്തിരിക്കുന്ന പൈലറ്റിന് കേൾക്കാൻ പറ്റുന്ന രീതിയിലുള്ള റേഡിയോ സർവീസും കാണും. സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഇങ്ങനത്തെ സാധനം. അടുത്തത് പാർക്കിംഗ് ഏരിയ. അത് അല്ലാതെ വണ്ടിയൊക്കെ നമ്മുടെ വെഹിക്കിൾസ് ഒക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള സ്പെസിഫിക് ഏരിയ ആണ് എയർപോർട്ടിൽ നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞതൊക്കെയായിരുന്നു എയർപോർട്ടിൽ നമ്മൾ മെയിൻലി പറയുന്ന കമ്പോണൻസ്. ഓക്കെ, ഇനി അടുത്തത് ജനറൽ ആസ്പെക്ട് ഓഫ് എയർപോർട്ട് പ്ലാനിങ്. ഒരു എയർപോർട്ട് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ഡിസൈഡ് ചെയ്യണം? അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ പ്ലാൻ ചെയ്യാം. ഒന്നെങ്കിൽ ഒരു പുതിയൊരു എയർപോർട്ട് പ്ലാൻ ചെയ്യാം, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് എയർപോർട്ടിനെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളത് നോക്കും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ എക്സിസ്റ്റിംഗ് എയർപോർട്ട് ഇമ്പ്രൂവ് ചെയ്യാനാണെങ്കിൽ ഒന്ന് നമ്മൾ അവിടുത്തെ കപ്പാസിറ്റി, ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് എയർപോർട്ടിൻ്റെ കപ്പാസിറ്റി എത്രയുണ്ടെന്ന് അറിയണം. അതിന് അവിടുത്തെ ആപ്രോൺസിൻ്റെയും അവിടുത്തെ സർവീസിങ് ഫെസിലിറ്റീസൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കണം. റൺവേയുടെ കപ്പാസിറ്റി, ടാക്സിവേയുടെ കപ്പാസിറ്റി, ഒരു പീക്ക് ടൈം ഉണ്ടായിരിക്കുമല്ലോ, 1-2 ഫ്ലൈറ്റ് ഒക്കെ ഒരുമിച്ച് വരുന്ന സമയത്തൊക്കെ അതിൻ്റെ കപ്പാസിറ്റി എങ്ങനെയുണ്ടെന്ന് നോക്കണം. ടെർമിനൽ ബിൽഡിങ്ങിന്റെ കപ്പാസിറ്റി എങ്ങനെയുണ്ടെന്ന് നോക്കണം. ഓക്കെ, ഇനിയും അടുത്തത് ട്രാഫിക് ഫോർകാസ്റ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ ഫ്യൂച്ചറിൽ എന്തുമാത്രം ട്രാഫിക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അതിനനുസരിച്ചുള്ള ഫെസിലിറ്റീസ് ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് എയർപോർട്ടിൽ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ നമുക്ക് അവിടെ ഇമ്പ്രൂവ് ചെയ്തേ പറ്റും. അടുത്തത് ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് കപ്പാസിറ്റി എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളത്. അപ്പം പോസിബിൾ മെത്തേഡ്സ് ഒന്നെങ്കിൽ ചിലപ്പം റൺവേസിന് നമ്പർ കൂട്ടിയാൽ മതിയായിരിക്കും, ടാക്സി വേയുടെ കൂട്ടിയാൽ മതിയായിരിക്കും, ടെർമിനൽ ബിൽഡിംഗ് ഒന്നുകൂടെ വെച്ചാൽ മതിയോ, അങ്ങനത്തെ ഡിസൈഡ് ചെയ്യണം. അപ്പം ഇതെല്ലാം ചെയ്താൽ നമുക്ക് എക്സിസ്റ്റിംഗ് എയർപോർട്ടിനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇനിയും ചിലപ്പം ഇതൊന്നും ചെയ്താൽ പോരായിരിക്കും, എക്സിസ്റ്റിംഗ് എയർപോർട്ടിനെ ഇമ്പ്രൂവ് ചെയ്യാനേ പറ്റത്തില്ല, പോസിബിൾ അല്ലാത്ത കേസിലാണ് നമ്മൾ പിന്നെ പുതിയൊരു എയർപോർട്ട് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ജനറൽ ആസ്പെക്ട് എന്ന് പറയുന്നത്. അടുത്തത് എയർപോർട്ടിന്റെ സൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ, അവിടുത്തെ നമ്മൾ സൈറ്റ് കൺസിഡർ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. എയർപോർട്ട് വെക്കാനുള്ള സൈറ്റ് നമ്മൾ ഡിസൈഡ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ അതിന് മുന്നേ നമ്മൾ നോക്കുന്ന ഫാക്ടേഴ്സ് ആണ്. ഫസ്റ്റ് വൺ, അറ്റ്മോസ്ഫിയറിക് ആൻഡ് മെട്രോളജിക്കൽ കണ്ടീഷൻ. നമ്മൾ ചൂസ് ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ട് അവിടുത്തെ എങ്ങനെയാണ് പ്രസൻസ് ഓഫ് ഫോഗ്, ഹെയ്സ്, സ്മോക്ക് ഒക്കെ ഉണ്ട്. കാര്യം ഇതെല്ലാം വിസിബിലിറ്റീനെ എഫക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ അതേപോലെ അവിടുത്തെ വെതറിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അനാലിസ് ചെയ്യണം. അവിടുത്തെ വിൻഡിൻ്റെ ഡയറക്ഷനൊക്കെ നോക്കണം. കാര്യം നമ്മുടെ സൈറ്റ് എപ്പോഴും വിൻഡ് വേർഡ് സൈഡിലായിരിക്കണം. ഓക്കെ, അതേപോലെ അടുത്തത് ലാൻഡിൻ്റെ അവൈലബിലിറ്റി. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പോർഷൻ നമ്മൾ എയർപോർട്ടായിട്ട് കൺസിഡർ ചെയ്യും, പക്ഷേ ഫ്യൂച്ചറിൽ അതൊന്ന് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ അതിനുള്ള ലാൻഡ് ആ ഒരു ഏരിയയിൽ ഉണ്ടോ എന്ന് നോക്കണം. അടുത്തത് അവൈലബിലിറ്റി ഓഫ് യൂട്ടിലിറ്റീസ്. എന്ന് വെച്ചാൽ വാട്ടർ, ഇലക്ട്രിക് പവർ, പിന്നെ വേസ്റ്റ് വാട്ടർ പോകുന്ന സീവർ ലൈൻ, ഇതെല്ലാം ഉള്ള ഏരിയ ആണോ നോക്കണം. നാലാമത്തത് ഡെവലപ്മെന്റ് ഓഫ് സറൗണ്ടിങ് ഏരിയ. സറൗണ്ടിങ് ഏരിയ എങ്ങനെയാണെന്നുള്ളത് നോക്കണം. കാര്യം ഈ എയർപോർട്ട് എന്ന് പറയുമ്പോൾ നോയ്സ് ഒക്കെ ഒത്തിരി ഉണ്ടാവും. കാര്യം അല്ലേ, നമുക്കറിയാലോ, ഈ ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും ലാൻഡ് ചെയ്യുമ്പോഴും നല്ല സൗണ്ട് ആയിരിക്കും. അപ്പോൾ അവിടെ പോയിട്ട് അതിന് ചുറ്റും ഇങ്ങനെ റെസിഡൻഷ്യൽ ഏരിയ ആണെങ്കിൽ അവർക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും, സ്കൂൾ ഏരിയ ആണെങ്കിലും ബുദ്ധിമുട്ടായിരിക്കും, ഹോസ്പിറ്റൽസ് ആണെങ്കിലും ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അങ്ങനത്തെ സ്ഥലമാണെങ്കിൽ അതൊക്കെ അവോയ്ഡ് ചെയ്യുക. ഇനിയും എയർപോർട്ടാണ് ആദ്യം വരുന്നതെങ്കിൽ ആ
എയർപോർട്ടിന് ചുറ്റും കുറച്ച് പോർഷനിൽ ഈ പറയുന്ന റെസിഡൻഷ്യൽ ഏരിയയ്ക്ക് വേണ്ടിയോ സ്കൂളിന് വേണ്ടിയോ കൊടുക്കാനും പാടില്ല. അവിടെ ഇങ്ങനെ ഒരു സോണിങ് കൊടുക്കണം, റെഗുലേഷൻസ് കൊടുക്കണം. ഓക്കെ, ഇത്രയും സ്ഥലത്ത് എയർപോർട്ടിന്റെ ഒരു ഇത് വരുന്നതാണ്. അപ്പോൾ അതിനപ്പുറം ആയിരിക്കണം ഈ പറയുന്ന റെസിഡൻഷ്യൽ ഏരിയ ആണെങ്കിലും സ്കൂൾസ് ആണെങ്കിലും ഹോസ്പിറ്റൽസ് ആണെങ്കിലും കൊടുക്കേണ്ടത്, കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് എക്കണോമി ഓഫ് കൺസ്ട്രക്ഷൻ. ഏറ്റവും ലെസ് പൈസ ആവുന്ന രീതിയിലായിരിക്കണമല്ലോ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതേപോലെ അതിന് നമ്മൾ വാട്ടർ ലോക്ഡ് ഏരിയാസ് ആണെങ്കിൽ അതങ്ങ് അവോയ്ഡ് ചെയ്യുക. കാര്യം ആ ഏരിയ റെഡിയാക്കി വരുമ്പോൾ തന്നെ കുറച്ച് കോസ്റ്റ് ആവും. പിന്നെ എന്താണ്, ലോക്കൽ അവൈലബിൾ മെറ്റീരിയൽസ് കിട്ടുന്ന സ്ഥലമാണെങ്കിൽ അത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. നമുക്ക് എളുപ്പത്തിൽ നമുക്ക് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് യൂസ് ചെയ്യാൻ പറ്റും. അടുത്തത് ഗ്രൗണ്ട് ആക്സസിബിലിറ്റി എന്ന് വെച്ചാൽ ആൾക്കാർക്ക് ഈസിലി ആക്സസിബിൾ ആണോ, അല്ലെങ്കിൽ ഇപ്പം പോപ്പുലേഷൻ എല്ലാവരും നന്നായിട്ടുള്ള സ്ഥലത്ത് നിന്ന് ഒത്തിരി ദൂരം മാറിയാണെങ്കിൽ അതും എല്ലാവർക്കും അത്രയും ട്രാവൽ ചെയ്യേണ്ടി വരും. അപ്പം ഇച്ചിരി അടുത്തായിട്ട് തന്നെ വെക്കുക. പിന്നെ പ്രസൻസ് ഓഫ് അതർ എയർപോർട്ട്. ഓക്കെ, എയർപോർട്ടുകൾ തമ്മിൽ ഒരു മിനിമം ഡിസ്റ്റൻസ് വേണം അല്ലേ, അല്ലെങ്കിൽ അതൊരു കൺജക്ഷന് കാരണമാവും. അപ്പം ഒരു മിനിമം ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണോ നമ്മൾ ചൂസ് ചെയ്യുന്ന സൈറ്റ് എന്ന് നോക്കുക. പിന്നെ റീജിയണൽ പ്ലാൻ, അവിടുത്തെ ഒരു റീജിയനിൽ ആ ഒരു എയർപോർട്ട് വന്നാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, വേറെ എന്തെങ്കിലും എൻവയൺമെന്റൽ ആയിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അപ്പം അവിടുത്തെ റീജിയണൽ പ്ലാനിൽ ഈ ഒരു എയർപോർട്ട് ഫിറ്റ് ആകുമോ എന്നുള്ളത് നോക്കുക. ലാസ്റ്റ് വൺ, സോയിലിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. സോയിലിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പം അവിടുത്തെ നമ്മൾ ടെസ്റ്റ് ചെയ്യണം. നമ്മളൊരു എയർപോർട്ട് പണിയുന്ന മുന്നേ അവിടുത്തെ റൺവേ ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുന്ന മുന്നേ നമ്മളവിടെ സോയിൽ സർവേ ചെയ്യും. സ്ട്രോങ് സോയിൽ ആണോ എന്ന് അറിയണം. പിന്നെ ഈ വെറ്റ് ആയാലും അങ്ങ് പ്ലാസ്റ്റിസിറ്റി പ്രോപ്പർട്ടി കൂടുന്ന ടൈപ്പ് ഓഫ് സോയിൽ ആണെങ്കിൽ നമുക്കത് പറ്റത്തില്ല, അവോയ്ഡ് ചെയ്യുക. പിന്നെ പെർവിയസ് ആയിട്ടുള്ള മെറ്റീരിയൽ ഗ്രാവൽ സാൻഡ് ഒക്കെ ഉള്ളതാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. പിന്നെ സെൽഫ് ഡ്രെയിനിങ് പ്രോപ്പർട്ടി ഉള്ളതാണെങ്കിൽ കുറച്ചുകൂടെ പ്രിഫർ ചെയ്യും. ഓക്കെ, പിന്നെ ഈ എന്താണ് ഹൈ വാട്ടർ ടേബിൾ ഉള്ള സൈറ്റ് ആണെങ്കിൽ നമ്മൾ അവോയ്ഡ് ചെയ്യും, കാര്യം അവിടെ ഫ്ലഡിങ് ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അടുത്തത് സറൗണ്ടിങ് ഒബ്സ്ട്രക്ഷൻസ് ഒക്കെ നോക്കണം. കാര്യം അവിടെ മാൻമെയ്ഡ് ആയിട്ടുള്ള വലിയ ടവറും ബിൽഡിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടല്ലേ. കാര്യം വലിയ ട്രീസ് ഒക്കെ ഉള്ളതാണെങ്കിലും ഈ നമുക്ക് ലാൻഡ് ചെയ്യേണ്ട സമയത്ത് ഇങ്ങനെ വലിയ ട്രീസും അതേപോലെ വലിയ ടവറൊക്കെ ഉണ്ടെങ്കിൽ അത് ആ പൈലറ്റിന് ബുദ്ധിമുട്ടാണ്. അയാൾക്ക് അത് കാണണമെങ്കിൽ ആ പറയുന്ന ഒബ്സ്ട്രക്ഷൻസ് ഒന്നും കാണാൻ പാടില്ല, എന്നുവെച്ചാൽ ആ എയർപോർട്ടിന് ചുറ്റുമായിട്ട്. ഓക്കെ, അപ്പം അത് നമുക്ക് ഒബ്സ്ട്രക്ഷൻ മാറ്റാൻ പറ്റുന്നതാണെങ്കിൽ അത് മാറ്റിയേ പറ്റൂ. ട്രീസ് ഒക്കെ ആണെങ്കിലും നമുക്ക് എന്തെങ്കിലും പറഞ്ഞ് നമുക്കത് മുറിച്ച് മാറ്റാം, പക്ഷെ അല്ലാത്തത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഈ ഒരു പറയുന്ന ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്തിട്ട് വേണം അവിടെ സൈറ്റ് കൺസിഡർ ചെയ്യാൻ. അപ്പം അതിനും ആ ഒരു ഹൈറ്റിനും ഒരു സോണിങ് പറയണം. എയർപോർട്ടിനുള്ള അടുത്ത് ഇത്രയും ഹൈറ്റിൽ യാതൊരു വിധത്തിലുള്ള ഒബ്സ്ട്രക്ഷൻസും ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, അടുത്തത് ടോപ്പോഗ്രഫി നമ്മൾ നോക്കും. എന്ന് വെച്ചാൽ ഒരു റേസ്ഡ് ഗ്രൗണ്ട് ലൈക്ക് ഹില്ലായിരിക്കും കുറച്ച് പ്രിഫർ ചെയ്യുന്നത്. കാര്യം അവിടെ ബെറ്റർ വിസിബിലിറ്റി ആയിരിക്കും ഡ്യൂറിങ് ഫോഗ്. പിന്നെ ഈസിലി ഡ്രെയിനേജ് നടക്കും. കാര്യം മഴയൊക്കെ പെയ്യുമ്പോൾ റൺവേയിലൊക്കെ വെള്ളമാവും അല്ലേ, അപ്പോൾ അത് പെട്ടെന്ന് ഡ്രെയിനേജ് ആയി പോകണമെങ്കിൽ അതൊരു ഹിൽ സൈഡിലൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്ന് താഴ്ന്നു പൊക്കോളും. പിന്നെ അപ്രോച്ച് ആൻഡ് ടേണിങ് സോൺസ് ആർ അധികം ഒബ്സ്ട്രക്ഷൻസ് ഒന്നും ഈ പറയുന്ന ഹില്ലി ഏരിയയിൽ കാണില്ല. ഓക്കെ, അടുത്തത് യൂസ് ഓഫ് എയർപോർട്ട്. നമ്മൾ പണിയുന്ന ആ ഒരു എയർപോർട്ടിന്റെ യൂസ് എന്താണ്, അത് സിവിൽ യൂസിനാണോ അല്ലെങ്കിൽ മിലിറ്ററി പർപ്പസിനാണോ എന്ന് നോക്കണം. മിലിറ്ററി പർപ്പസ് ഒക്കെ ആകുമ്പോൾ നമുക്ക് അവിടെ നാച്ചുറൽ പ്രൊട്ടക്ഷൻ വേണം, കാര്യം അവിടെ അറ്റാക്ക് ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉള്ള ഏരിയാസ് ആണ്. ഓക്കെ, അപ്പം ഈ പറയുന്ന ഫാക്ടേഴ്സ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ എയർപോർട്ടിന് വേണ്ടിയുള്ള സൈറ്റ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മളൊരു സൈറ്റ് സെലക്ട് ചെയ്തതെന്ന് വെച്ചോ, പക്ഷെ നമ്മൾ കുറച്ച് സർവേസ് ചെയ്യണം അല്ലേ. നമ്മൾ സർവേ ചെയ്ത് ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മളവിടെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പം ഒരു സ്ഥലം കണ്ട് അതിനിപ്പം ഓക്കെ ആണെങ്കിൽ നമ്മളിനി ആ ലാൻഡ് അക്വയർ ചെയ്യണം അല്ലേ. എന്ന് വെച്ചാൽ അവിടുത്തെ ഓണറിന് അതിനുള്ള കോമ്പൻസേഷൻ കൊടുത്തിട്ട് ആ ലാൻഡ് എയർപോർട്ട് അതോറിറ്റി അത് മേടിച്ചെടുക്കും. ഓക്കെ, അപ്പം അതിന് കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്. അപ്പം എന്താണ്, ലോക്കലായിട്ടുള്ള സിവിൽ അതോറിറ്റി അവിടെ ചെന്ന് അവിടുത്തെ ഒരു ഷെഡ്യൂളൊക്കെ പ്രിപ്പയർ ചെയ്ത് ഡീറ്റെയിൽസ് ഓഫ് പ്രോപ്പർട്ടി അയാൾ റെഡിയാക്കും. ഓണറിൻ്റെ പേരും കോസ്റ്റ് ഓഫ് കോമ്പൻസേഷനൊക്കെ വെച്ചിട്ട് ഒരു റിപ്പോർട്ട് റെഡിയാക്കും. ഇനി ആ ഒരു ഷെഡ്യൂളിന്റെ ബേസിസിൽ അത് അവിടുത്തെ എഞ്ചിനീയർ ഇൻചാർജിന് കൊടുക്കും. ആളാണ് പിന്നെ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് അപ്രൂവലുമായിട്ട് ഓണറുമൊക്കെ ആയിട്ട് സംസാരിച്ച് അവരത് കോമ്പൻസേഷൻ എത്ര രൂപ കൊടുക്കണം എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ പറയുന്ന പൈസ എല്ലാം ഡിസൈഡ് ചെയ്ത് പൈസ എല്ലാം കൊണ്ട് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ പോയിട്ട് അവിടെ സർവേ നടത്തുമ്പം എന്താണ്, അയ്യോ ഈ സ്ഥലം പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ. അപ്പം നമ്മൾ ആ ഒരു സ്ഥലം നമ്മൾ പൈസ കൊടുത്ത് അക്യൂർ ചെയ്യുന്നതിന് മുന്നേ അവിടെ നമ്മൾ ഡീറ്റെയിൽഡ് സർവേ കൂടെ നടത്തണം.
അപ്പം ഡീറ്റെയിൽഡ് സർവേ നടത്തിയാൽ മാത്രമേ ആ ഒരു പോർഷൻ ഓഫ് ലാൻഡ് സ്യൂട്ടബിൾ ആണോ അല്ലേ എന്ന് അറിയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് കുറച്ച് പ്രിലിമിനറി സർവേ നടത്തിയിട്ടായിരിക്കും നമ്മൾ പിന്നെ അടുത്ത ഡീറ്റെയിൽഡ് സർവേയിലോട്ട് പോകുന്നത്. അപ്പം അവിടുത്തെ ടോപ്പോഗ്രഫിയെ പറ്റിയും സോയിലിനെ പറ്റിയും ഡ്രെയിനേജിനെ പറ്റിയും മെട്രോളജിക്കൽ ഡാറ്റ, അപ്രോച്ച് സോണിനെ പറ്റിയൊക്കെ ഒരു സർവേ ആയിട്ട് തന്നെ നടത്തണം. ഓക്കെ, എന്നാലേ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സർവേസ് കുറച്ചുകൂടി എളുപ്പത്തിലും ലാൻഡ് ഓക്കെ ആണെങ്കിൽ നമുക്ക് അക്യൂർ ചെയ്യാനും പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ടോപ്പോഗ്രഫിക്കൽ ആയിട്ടുള്ള സ്റ്റഡി നടത്തണം. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടുത്തെ ആ ഒരു ഏരിയയ്ക്ക് വേണ്ടിയുള്ള കോണ്ടൂർ മാപ്പ് പ്രിപ്പയർ ചെയ്യും. എന്നിട്ട് ആ ഏരിയയിൽ എങ്ങനെ നമുക്ക് റൺവേ അലൈൻ ചെയ്യാൻ പറ്റും, ഡ്രെയിനേജ് എങ്ങനെയായിരിക്കും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫൈനലൈസ് ചെയ്യും. ഓക്കെ, എന്നിട്ടായിരിക്കും നമ്മൾ എവിടെയൊക്കെ എർത്ത് വർക്ക് റിമൂവ് ചെയ്യേണ്ടി വരും എന്നും എർത്ത് വർക്ക് അല്ലെങ്കിൽ ഫില്ലിംഗ് ചെയ്യേണ്ടി വരും എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്. ഇനി സോയിലിനെ പറ്റി സ്റ്റഡി ചെയ്യണം. അപ്പം സബ് സോയിൽ കണ്ടീഷൻസ് ഒക്കെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ റൺവേ ഒക്കെ ഡിസൈൻ ചെയ്യേണ്ടതല്ലേ. അപ്പം വെള്ളമൊക്കെ ഇറങ്ങി പോകുന്നതാണോ എന്നോ ഒക്കെ അറിയണം. അപ്പം നമ്മൾ സാമ്പിൾസ് ഓഫ് സോയിൽ നല്ല വേരിയസ് ഡെപ്തിൽ നിന്ന് എടുക്കേണ്ടി വരും. ഓക്കെ, ഇനിയിപ്പോൾ ചിലപ്പം സ്യൂട്ടബിൾ അല്ലാത്ത സ്റ്റെബിലൈസ്ഡ് അല്ലാത്ത ഏരിയ ആണെങ്കിൽ സോയിൽ സ്റ്റെബിലൈസേഷൻ ഏതെങ്കിലും ഒരു മെത്തേഡിൽ ചെയ്യേണ്ടി വരും. പിന്നെ സോയിൽ സർവേ നമുക്ക് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ഓഗർ ബോറിങ്ങോ വാഷ് ബോറിങ് ഇതൊക്കെ നമ്മൾ GTയിൽ പഠിച്ചതാണ്. ഇങ്ങനത്തെ ഏതെങ്കിലും ബോറിംഗ് ഒക്കെ വെച്ചിട്ടായിരിക്കും സാമ്പിൾ എടുക്കാറ്. ഓക്കെ, ഇനിയും അടുത്തത് ഡ്രെയിനേജ് സ്റ്റഡി. അപ്പോൾ അതിന് നമ്മൾ കോണ്ടൂർ മാപ്പ് ഓഫ് ദി അഡ്ജോയിനിങ് ലാൻഡ് കൂടെ നമ്മൾ കണ്ടുപിടിക്കും. കാര്യം ഫ്ലഡിങ് ഉണ്ടാകുമ്പം അഡ്ജോയിനിങ് ലാൻഡിൽ ഫ്ലഡിങ് ഉണ്ടായാലും നമ്മുടെ സൈറ്റിനെ ബാധിക്കും. അപ്പോൾ അങ്ങനെ ഫ്ലഡിങ് ഉണ്ടാകുന്ന ഏരിയ ആണോ, അതേപോലെ തന്നെ ഈ വാട്ടർ വന്നാൽ ഏത് സൈഡിലോട്ടായിരിക്കും, അത് ഔട്ട്ലെറ്റ് വെള്ളം ഒഴുകി പോകുന്നത് എങ്ങോട്ടായിരിക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്റ്റഡി ചെയ്യണം. പിന്നെ മെട്രോളജിക്കൽ ഫാക്ടർ, അവിടുത്തെ വെതർ കണ്ടീഷൻ, വിൻഡിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്, പിന്നെ പാസ്റ്റ് ഈ കുറച്ച് വർഷങ്ങൾ മുന്നേ വരെയുള്ള വിൻഡിൻ്റെ ഡയറക്ഷന്, അതേപോലെ റെയിൻഫോളിൻ്റെ വാല്യൂ എന്താണ്, എന്തുമാത്രം റെയിൻഫോൾ ഉണ്ടായി, അപ്പോൾ അങ്ങനത്തെ പാസ്റ്റ് ഇയേഴ്സിലുള്ള കണ്ടുപിടിക്കണം. അപ്പോൾ ഈ വിൻഡിൻ്റെ ഡയറക്ഷനും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കൊരു വിൻഡ് റോസ് ഡയഗ്രാം എന്നൊരു പേരുണ്ട്. വിൻഡ് റോസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഇറഗുലർ ഷേപ്പ് കാണുമ്പോൾ റോസ് ഷേപ്പാണ് തോന്നും നമുക്ക്, അതുകൊണ്ടാണ് വിൻഡ് റോസ് ഡയഗ്രാം. അപ്പോൾ അതിൽ ഡയറക്ഷൻ ഓഫ് വിൻഡും വാല്യൂ ഓഫ് വെലോസിറ്റി ഓഫ് വിൻഡിൻ്റെ ഒക്കെ വെച്ചിട്ടാണ് ആ ഒരു ഡയഗ്രാം വരയ്ക്കുന്നത്. അത് നമുക്ക് 6th മോഡ്യൂളിൽ പഠിക്കാനുണ്ട്. അപ്പം ഈ പറയുന്ന ഡാറ്റാസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഡാറ്റാസ് എല്ലാം നമ്മൾ ഓരോ അതോറിറ്റിയിലൊക്കെ പോയിട്ട് മേടിക്കും. ഓക്കെ, റെയിൻ ഗേജ് സ്റ്റേഷൻസ് ഒക്കെ ഉള്ളിടത്ത് പോയിട്ട് ഓക്കെ ഈ ഒരു സൈറ്റിൽ കുറച്ച് വർഷങ്ങളായിട്ട് ഉള്ള റെയിൻഫോൾ ഡാറ്റ എങ്ങനെയുണ്ട്, ഭയങ്കരമായിട്ട് എപ്പോഴും മഴയുള്ള സ്ഥലമാണെങ്കിൽ നമുക്കത് യൂസ്ഫുൾ ആയിരിക്കില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഡിസൈഡ് ചെയ്യാൻ സൈറ്റ്. അതേപോലെ നാച്ചുറൽ റിസോഴ്സസ് ഉള്ള ഏരിയ ആണ്, നമുക്ക് സ്റ്റോണ് അതേപോലെ സാൻഡൊക്കെ അവിടെ തന്നെ അവൈലബിൾ ആണെങ്കിൽ നമുക്ക് അതായിരിക്കും ഇച്ചിരി ഗുണം. കാര്യം നമുക്കത് പല ആവശ്യങ്ങൾക്ക് വേണ്ടി റൺവേയുടെ ഒക്കെ ഡിസൈനിന് വേണ്ടിയും യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ അപ്രോച്ച് സോൺ എന്ന് വെച്ചാൽ പ്ലെയിൻ ലാൻഡ് ചെയ്യുമ്പോൾ ഉള്ള അപ്രോച്ച് സോണിനെ പറ്റിയാണ് പറയുന്നത്. അവിടെ ഇങ്ങനെ ഈ നേരത്തെ പറഞ്ഞ പോലെ നല്ല ഹൈറ്റിലുള്ള ഒബ്സ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്തേ പറ്റും. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന സർവേ നടത്തിയിട്ട് വേണം നമ്മൾ ഒരു സൈറ്റ് സെലക്ട് ചെയ്യാൻ. എന്നിട്ട് വേണം നമ്മൾ ആ ലാൻഡ് അക്യൂർ ചെയ്യാൻ, കാശ് കൊടുത്ത് കോമ്പൻസേഷൻ കൊടുത്തിട്ട് ആ ലാൻഡ് അക്യൂർ ചെയ്യാൻ. ഓക്കെ, അപ്പം ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഇന്നത്തെ ലെക്ചർ നോട്ട് നിങ്ങൾ നിങ്ങളുടെ സീരീസ് എക്സാം കഴിഞ്ഞിട്ട് വരുന്ന ദിവസം എഴുതി വെച്ചാൽ മതി. ഓക്കെ, ഡേറ്റ് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. ഓക്കെ.